സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും. ഇന്ന് 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. 6 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, 1-ാം തീയതി ആവുമ്പോഴേക്കും മഴ കനക്കുമെന്ന് പറഞ്ഞിരുന്നു. വലിയ മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞെങ്കിലും ഇന്നലെ ഒരു നേരിയ ശമനം തോന്നിയിരുന്നു വടക്കൻ ജില്ലകളിൽ ഒഴിച്ച്. പക്ഷേ ഇന്നിപ്പോൾ വടക്കൻ ജില്ലകളിൽ മാത്രമല്ല, മധ്യ കേരളത്തിൽ ഉൾപ്പെടെ ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഉൾപ്പെടെ ശക്തമായ മഴ. മലയോര മേഖലയാണ്. അപ്പോൾ ആ തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ അവിടെയുള്ള ജനങ്ങളെ കാത്തിരിക്കുന്നതുമുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നത്? ശ്രീജ, ഗുഡ് മോർണിംഗ്. വളരെ ജാഗ്രത വേണ്ട ഒരു സമയം തന്നെയാണ്. കാരണം സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകുന്നു എന്നതാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിൽ മാത്രമായിരുന്നെങ്കിൽ പിന്നീട് ഇപ്പോൾ അത് സംസ്ഥാനമൊട്ടാകെ വ്യാപിക്കുന്നു എന്നതാണ്. ഇന്ന് 2 ജില്ലകൾക്ക്, അതായത് 4 ജില്ലകൾക്ക് റെഡ് അലേർട്ട് ഉണ്ട്. പക്ഷേ നാളെയോടുകൂടി അത് 6 ജില്ലകളായി മാറുന്നു. ഒപ്പം തന്നെ മധ്യ കേരളത്തിൽ ഉൾപ്പെടെ അതിതീവ്ര മഴയാകുന്നു. അങ്ങനെ വരും ദിവസങ്ങളിൽ കൂടുതൽ ജില്ലകളിലേക്ക് കൂടി അതിതീവ്ര മഴ എത്തുന്നു, കൂടുതൽ മുന്നറിയിപ്പുകൾ എത്തുന്നു എന്നതാണ് സാഹചര്യം. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് റെഡ് അലർട്ടും മറ്റെല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ടുമാണ്. 24 മണിക്കൂറിൽ 204.4 mm കൂടുതൽ മഴ ലഭിക്കുമെന്നതാണ് പ്രവചനം. ഒപ്പം തന്നെ ശക്തമായ കാറ്റുണ്ടാകും, ഇടിമിന്നൽ സാധ്യതയൊക്കെ പ്രവചിക്കുന്നുണ്ട്. ഒപ്പം ഇന്ന് ഈ അതിതീവ്ര മഴയും തീവ്രമഴയും ഒക്കെ ആണെങ്കിൽ നാളെ അത് കൂടുതൽ ശക്തമാകുന്നു എന്നതാണ് സാഹചര്യം. നാളെ എറണാകുളം, തൃശൂർ ജില്ലകൾക്ക് കൂടി അധികമായി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധിയുള്ളത്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ, അതായത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകൾക്ക് അവധിയാണ്. ഒപ്പം തന്നെ എറണാകുളം, വയനാട് ജില്ലകൾക്കും ഇന്ന് അവധിയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ വടക്കൻ കേരളത്തിൽ മാത്രം മഴ അതിതീവ്രമായി നിൽക്കുകയായിരുന്നെങ്കിൽ ഇനി അങ്ങനെയല്ല. ഇനിയുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളം മഴ ശക്തമാകുമെന്നത് തന്നെയാണ് മുന്നറിയിപ്പ്. ഒപ്പം വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ കാറ്റുണ്ടാകും. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അതിന്റെ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി കൂടി ഉണ്ടാകുന്ന മഴ അത് ശക്തമായി തന്നെ തുടരും. മാത്രവുമല്ല, ഈ കള്ളക്കടൽ പ്രതിഭാസം, ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യത, കടലാക്രമണ സാധ്യത ഇതൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കടലിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരങ്ങൾക്ക് വിലക്കുണ്ട്. രാത്രികാലങ്ങളിൽ മഴ ശക്തമാകും, ശക്തമായ കാറ്റുണ്ടാകും. അതുകൊണ്ട് തന്നെ രാത്രികാല യാത്രകൾക്ക് നിയന്ത്രണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അനാവശ്യ യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. ഒപ്പം ഈ മരങ്ങൾ വീണുള്ള അപകടം, ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ള ഗതാഗതക്കുരുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും ജാഗ്രത പുലർത്തണം എന്നത് തന്നെയാണ് നിർദ്ദേശം. ഒപ്പം ഇത്തവണത്തെ മൺസൂണിന് നമ്മൾ പറഞ്ഞിരുന്നു നിരവധി പ്രത്യേകതകളുണ്ട്. കാരണം വടക്കൻ കേരളത്തിലെ ആദ്യം എത്തുന്നു, അതിനുശേഷം പിന്നീട് തെക്കൻ കേരളത്തിലേക്ക് വ്യാപിക്കുന്നു. ഒപ്പം സംസ്ഥാനത്ത് കഴിഞ്ഞ 16 വർഷത്തിനിടെ ഇത്ര നേരത്തെ മൺസൂൺ എത്തുന്നത് ആദ്യമായിട്ടാണ്. അതായത് 8 ദിവസം നേരത്തെയാണ് ഇത്തവണ മൺസൂൺ എത്തിയത്. അതും എല്ലാ തവണയും മൺസൂൺ എത്തിയ ആദ്യ ഒരാഴ്ച പതിവിലും കുറവ് മഴയാണ് ലഭിക്കാറ്. ശരാശരിയുടെ വളരെ ചുരുക്കം മഴ മാത്രമാണ് ആദ്യത്തെ ഒരാഴ്ച ലഭിക്കാറ്. പക്ഷേ ഇത്തവണത്തെ മൺസൂൺ അങ്ങനെയല്ല. ആദ്യ ദിവസം മുതൽ അതിശക്തമായ മഴയാണ്, പതിവിലും കൂടുതൽ മഴയാണ് ലഭിക്കുന്നത്. ഈ സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണം എന്നത് തന്നെയാണ് നിർദ്ദേശം. ഒപ്പം തന്നെ ഈ ഇടയ്ക്കിടയ്ക്കുള്ള മഴയായിരിക്കും. അതായത് ചില സമയത്ത് നമുക്ക് മഴ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകാം, വെയിൽ തോന്നിക്കാം. പക്ഷേ പെട്ടെന്നായിരിക്കും മഴ പെയ്യുക. അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ മഴ ലഭിക്കും ഇത്തവണ. അതുകൊണ്ട് തന്നെ ആ മഴ, ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പെയ്യുന്ന മഴയ്ക്ക് ശക്തി കൂടുതലായിരിക്കും, അതിതീവ്ര മഴയായിരിക്കും, ശക്തമായ കാറ്റൊപ്പം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെയധികം ജാഗ്രത പാലിക്കണം എന്നുകൂടി നിർദ്ദേശമുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമില്ല. സംസ്ഥാനമൊട്ടാകെ വ്യാപക മഴയാണ്, ശക്തമായ മഴയാണ്. അത് അങ്ങനെ തന്നെ തുടരുമെന്നതാണ് മുന്നറിയിപ്പ്. ശ്രീജ, ശരി. ഷംനയാണ് വിവരങ്ങൾ വിശദമായി നൽകിയത്. വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണെന്ന് മാത്രം ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഭാഗത്തുനിന്നുള്ളൊരു ജാഗ്രതയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്.
കനത്ത മഴയിൽ പത്തനംതിട്ടയിൽ വ്യാപക കൃഷിനാശമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മഴയ്ക്കൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിൽ 180-ലധികം ഏക്കറിൽ കൃഷി നശിച്ചു. കാർഷിക മേഖലയിൽ 2 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ.